കേരളത്തിലെ ഫൈനൽ ആവേശത്തിലാണ് കേരളത്തിലെ ആരാധകർ. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക്. ഇന്ത്യക്ക് തന്നെയാണ് ചാൻസ് കൂടുതലും. The game is a game. You don't put politics inside this and deviate it. Let the players play. This should not be mixed. That's what I feel. ഇന്ത്യ പൂർണ്ണമായും ജയിക്കേണ്ട ഒരു സെറ്റപ്പിലാണ്, ജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇന്ന് അവരുടെ ടാർഗറ്റ് അഭിഷേകിനെ പിടിക്കുന്നതാണ്. അഭിഷേകിനെ തുടക്കത്തിൽ പിടിച്ചോ പാകിസ്ഥാനിലേക്ക് തന്നെ കളി മറിയും. ഇതുവരെയുള്ള ഫൈനൽ കളികളൊന്നല്ല വിലയിരുത്തേണ്ടത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പെർഫോമൻസും മറ്റും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. കപ്പ് ഞങ്ങളെ ഇന്ത്യ തന്നെ ഉയർത്തും. കുറേ കാലം 40 വർഷത്തിൻ്റെ ശേഷമാണ് ആദ്യമായിട്ട് ഒരു ഫൈനൽ കാണുന്നത്. പ്രത്യേകിച്ചിട്ട് വല്ല ത്രില്ലാണ്. എല്ലാവരും വളരെ എക്സ്പെക്റ്റോടുകൂടി കാത്തിരിക്കുന്ന ഒരു മാച്ചാണ്. ഇന്ത്യ ജയിക്കും, സ്വാഭാവികം. വേറെ മാറ്റമില്ല. നമുക്ക് 2017 ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രതിഫലം നമ്മൾ ഇന്ന് തിരിച്ച് കാണിച്ചു കൊടുക്കും. കപ്പ് നമുക്ക് തന്നെ. 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ പാക് ഒരു ഫൈനൽ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. ഇന്ത്യയുടെ റീസെൻറ്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കപ്പ്, ഏഷ്യ കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രാവശ്യം. ബാക്കിയുള്ള ഏത് ടീമിനെ നോക്കിയാലും നമുക്ക് ഇന്ത്യൻ ടീമിനെ നമ്മളെ തോറ്റു എന്നുള്ള പ്രതീക്ഷ നമുക്ക് തന്നിട്ട് നമ്മളെ അവസാനം നോക്കുമ്പോഴേക്കും സ്കോർ നോക്കുമ്പോഴേക്കും നമ്മൾ ഇന്ത്യയും കൊണ്ട് കെയർ ചെയ്യാൻ വന്നിട്ടുള്ളൂ എല്ലാ കളിയിലും. അത് അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവാരം വെച്ച് പാകിസ്ഥാൻ വലിയൊരു ടീമല്ല. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു പോരാളെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് ഇപ്പം ഉള്ള വേൾഡ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു ടീം ഇന്ത്യക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ടീം